ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ടൈം ക്യാപ്സ്യൂളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടൈം ക്യാപ്സ്യൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഇപ്പോൾ ഈ 2025 2026 ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ ടൈം ക്യാപ്സ്യൂൾ ഉണ്ടാക്കും. ഈ ഒരു 2025 2026 ഗ്യാപ്പിൽ എനിക്ക് ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ, എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവം, മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഒരു ബോക്സിനകത്തേക്ക് ഇടും. എന്നിട്ട് കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാനത് തുറക്കും. ലൈക്ക് മെമ്മറീസ്, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു ബോക്സ് എടുക്കണം. ഫസ്റ്റ് ഞാനൊരു സ്ക്രഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാമല്ലോ, സ്ക്രഞ്ച്. ഇത് ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉപയോഗിക്കാറുണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് മെമ്മറബിൾ. ഇത് എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കിത് വാല്യുബിൾ ആയിരിക്കും. ലൈക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരേപോലത്തെ 2 ഷൂ കീ ചെയിൻസ് വെക്കുന്നുണ്ട്. ഒരേപോലത്തെ 2 എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, സീരിയസ്ലി എനിക്കറിയില്ല. ബട്ട് ഞാൻ വലുതായത് തുറന്നു നോക്കുമ്പോൾ ആരാണോ ലൈക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടോ, ആ ഒരു സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവർക്ക് കൊടുക്കാൻ ലൈക്ക് മെമ്മറി അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതും ഇതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവം വെക്കുന്നു. സ്റ്റിക്കറല്ല, ബട്ട് ലൈക്ക് കോട്ട്സ്, തോട്ട്സ് ആണിത്. ഒരു എഴുത്തുണ്ട് ഇതിന് മുകളിൽ, നല്ല എസ്തറ്റിക് ആണ് ഗൈസ്. എൻ്റെ ജേണൽ കിറ്റിൽ നിന്ന് എടുത്തതാണ് ഞാനിത്. നമുക്ക് ഇത് വെക്കാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ വിചാരിച്ചാൽ സ്ക്രഞ്ചി ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ടൈയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെക്കാം. പക്ഷേ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ടൈം ക്യാപ്സ്യൂളിലും ഇതുണ്ടാവണം. A letter to your future self. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ലൈക്ക് എന്നിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിങ്ങനെ ഒരു ബുക്ക് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഓ മൈ ഗോഡ്, ബക്കറ്റ് ലിസ്റ്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് എന്തൊക്കെ ചെയ്യണം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതണം. ലൈക്ക് എക്സ്പ്ലോർ കൺട്രീസ്, സിറ്റീസ്, ഓർ ട്രാവൽ അലോൺ, സോളോ ട്രാവൽ വിത്ത് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ജേണൽ സെറ്റിൽ നിന്ന് എടുത്താണ് ഈ ഒരു ലിസ്റ്റ്. പിന്നെ ഒരു സ്റ്റിക്കറും, ഇതും ജേണൽ സെറ്റ്. പിന്നെ ഞാനൊരു റോസിൻ്റെ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ബട്ട് നല്ല രസമാണ്. ഇത് എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാപ്പ് അടച്ച് വെക്കാം. ക്യാപ്പിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണേൽ ബോക്സ്, ലൈക്ക് നല്ലൊരു ബോക്സ് എടുക്കാം, എന്താണെങ്കിലും ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇത് അടയ്ക്കുക. വേണമെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ഇതിനകത്ത് അടിച്ച് വെക്കാം, ഇല്ലെങ്കിൽ ഫേവറേറ്റ് പെർഫ്യൂം ഇതിനകത്ത് വെക്കാം. ഓക്കെ ഗൈസ്, ഇത് അടയ്ക്കാനാണ് ഭയങ്കര കഷ്ടം. അപ്പോൾ ഞാനിത് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തുറന്നു നോക്കണം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.